ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ പ്രകാശനും കാർത്തികയും വണ്ടി കയറിയിട്ട് ഇരിക്കുകയാണ്, അതായത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രകാശൻ വീണ്ടും തൊഴുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അവൾ നോക്കുന്ന കണ്ടിട്ട്, പ്രാർത്ഥന എപ്പോഴും ഉണ്ട് മാഡം. പിന്നെ കാർത്തികയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ തിരമാലകളെക്കാളും കഠിനമാണ് എൻ്റെ ഉള്ളിലെ തിര. അതെൻ്റെ മോളുടെ രൂപത്തിൽ നിൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നീ അറിയും പെണ്ണിൻ്റെ ശക്തി എന്താണെന്ന്. അങ്ങനെ അവർ എത്തിയത് കാർത്തികയുടെ വലിയ ഷോപ്പിലേക്കാണ്. അപ്പോൾ പുറത്തു നിന്ന് തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത ഉടനെ പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ അമ്മോ, ഭയങ്കര അപാരം തന്നെയല്ലോ ഷോപ്പ്. പ്രകാശൻ നോക്കുന്നത് കണ്ടപ്പോൾ അവർ പറയാണ്, കാർത്തിക ഫെക്സ്, ചെന്നൈയിലാണ് മെയിൻ ബ്രാഞ്ച്, അവിടെ തന്നെയാണ് ഹെഡ് ഓഫീസും. ഇവിടെ കേരളത്തിലെ ആദ്യത്തെ ബ്രാഞ്ചായത്. അതുപോലെ കേരളത്തിലെ ഹെഡ് ഓഫീസും ഇത് തന്നെയായിരിക്കും. കാർത്തിക വണ്ടിയിൽ നിന്നും മെല്ലെ ഇറങ്ങി. അപ്പോൾ പ്രകാശനും ഇറങ്ങി. മാഡം, ഇൻറ്റീരിയൽ വർക്കിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓ, പ്രകാശനോട് അവൾ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാനൊന്ന് അവരോട് സംസാരിച്ചിട്ട് വരാം. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് ചോദിക്കുകയാണ് പ്രകാശനോട്, പുതിയ ഡ്രൈവറാണല്ലേ? അതെ, ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. മാഡം നല്ലൊരു ഡ്രൈവറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാഡത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ കാര്യം ഓക്കെയാ? അപ്പോൾ പ്രകാശൻ പറയാണ്, സഹോദര, മാഡത്തിന് എൻ്റെ ഡ്രൈവിങ് വളരെ ഇഷ്ടപ്പെട്ടു. അകത്തോട്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് വിളിക്കുകയാണ്, കല്യാണി, ഞാൻ ഇതിൻ്റെ ഇത് കണ്ട, അതിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് ഞാൻ നോക്കുകയാണ്. അപ്പോഴേക്കും കാർത്തിക അവിടെ വന്നു. എന്നിട്ട് കല്യാണി എന്ന് വിളിക്കുകയാണ്. കാർത്തിക ചോദിക്കുകയാണ്, എന്തായി? അപ്പോൾ കല്യാണി പറയാണ്, അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. അപ്പോൾ അയാൾ പറയാണ്, കല്യാണി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താമസമൊന്നുമില്ല മാഡം. പെട്ടെന്ന് തന്നെ മാഡം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നന്നായി കല്യാണി ഇൻറ്റീരിയർ ചെയ്ത് തന്നിരിക്കും. പിന്നെ കാർത്തിക കല്യാണോടായിട്ട് പറയാണ്, എന്തായാലും എനിക്കൊരു നല്ല ഡ്രൈവറെ കിട്ടി, അയാൾ മെക്കാനിക്കും കൂടിയാ. ഓ, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിന്ന്. അപ്പോൾ അയാൾ പറയാണ്, വിശ്വസ്തനായ ഒരു ഡ്രൈവറെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് മാഡം. ഇത് വളരെ വിശ്വസ്തനാണ്. അയാൾ ഡ്രൈവിംഗ് കാണുമ്പോൾ തന്നെ ആൾ യാത്രക്കാരുടെ കംഫർട്ട് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ ഏതു നേരമായാലും കോളൊക്കെ വരും. ആ സമയത്ത് മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോഴത്തെ ട്രാഫിക് നിയമങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോഴേ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കല്യാണി ചോദിക്കുകയാണ്, മാഡത്തിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും ഇല്ല. വിദേശ രാജ്യങ്ങളിൽ പോലും തന്നെ കല്യാണിയുടെ പെയിൻറ്റിങ്സ് പേരെടുത്തിരിക്കുകയല്ലേ. അങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ ഞാനെന്തെങ്കിലും ഐഡിയാസ് പറഞ്ഞാൽ അത് വെറും ബാലിശമായി പോവും. അങ്ങനെയൊന്നുമില്ല മാഡം, ആവശ്യക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കല്യാണി ഓരോന്നും ഡിസൈൻ ചെയ്യുന്നത്. കാണുമ്പോൾ സിമ്പിളായിരിക്കും, എന്നാലും മൊത്തത്തിൽ ആര് കണ്ടാലും ഒരു കുറ്റവും പറയില്ല. മാത്രമല്ല, ആരാണ് ഇൻറ്റീരിയർ ചെയ്തതെന്ന് ചോദിക്കുകയും ചെയ്യും. അതാണ് വേണ്ടത്. പിന്നെ കാർത്തിക പറയാണ്, അപ്പോഴേ ആ ഡ്രൈവർ പുറത്ത് നിൽക്കുക, ഞാനൊന്ന് അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഓ ശരി, ഏതായാലും അയാളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത സ്ഥിതിക്ക് കുറച്ച് അഡ്വാൻസും കൊടുത്തേക്കാം. അപ്പോൾ കല്യാണി പറയാണ്, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ആ പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ കുറച്ച് ചേഞ്ച് വരണം. അപ്പോൾ പുറത്തേക്ക് പോകാനിറങ്ങിയ കാർത്തിക ഒന്ന് അവിടെ തന്നെ നിന്നിട്ട് വീണ്ടും ശ്രദ്ധിക്കുകയാണ് അവരെ. കല്യാണി, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച ബാല്യകാലം മുഴുവൻ തൊഴുത്തിൽ പശുക്കൾക്കൊപ്പം കഴിയാൻ കാരണക്കാരനായ ഒരുത്തരാണ് പുറത്തുള്ളത്. അവനാണ് എൻ്റെ ഡ്രൈവർ. ഇപ്പോൾ കല്യാണി ആ സമയത്ത് ഓരോരോ ഡിസൈൻസൊക്കെ നോക്കുകയാണ്. അത് അപ്പുറം മാറ്റണം ഇപ്പുറം മാറ്റണം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും കാർത്തിക ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പ്രകാശന് എന്തൊക്കെയോ ആലോചിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കാർത്തികയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നമുക്ക് പോകാം മാഡം, നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട, മാഡത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ കഴിച്ചോ. എൻ്റെ ഡ്രൈവറാണെന്ന് കരുതി വിശന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ ആരെയും തൊഴിലാളിയായി കാണുന്നത് ഇഷ്ടമല്ല. പിന്നെ ശമ്പളമൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് മാഡം എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ചായിരിക്കും പറയുന്നത്. അയ്യോ, ഒരു കുഴപ്പമില്ല മാഡം, മാഡം എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ചെയ്തു തന്നാൽ മതി. എന്തോ ഒരു വിനയം, അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. പൈസ എടുത്ത്
കൊടുക്കുവാണ് അവന്. ദാ ഇത് 10,000 രൂപയുണ്ട്, അഡ്വാൻസായിട്ട് വെച്ചോ. പ്രകാശൻ സന്തോഷത്തോടെ ആ കാശ് വാങ്ങി 2 കണ്ണിൻ്റെ മുകളിലും വെച്ച് വണങ്ങുകയൊക്കെ ചെയ്തിട്ടാണ് പോക്കറ്റിൽ ഇട്ടത്. ശമ്പളം ഞാൻ പറഞ്ഞോളാം. ഒരു വണ്ടിയുടെ സാരഥിയുടെ കയ്യിലാണ് യാത്രക്കാരുടെ ജീവൻ. അവരെ സുരക്ഷിതമായി എത്തിക്കുന്നതിൽ ഡ്രൈവർക്ക് നല്ല പങ്കുണ്ട്. അതുകൊണ്ട് മറ്റെവിടെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം അവർക്ക് കൊടുക്കണമെന്ന അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എന്ന് വെച്ചാൽ സാലറി ഒട്ടും കുറയില്ല എന്നാണ് അർത്ഥം. അയ്യോ മേഡം, എന്താ മേഡം ഈ പറയുന്നത്? മേഡത്തിനറിയാലോ, ഒരു അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുക ഞാൻ. ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ 2 അറ്റാക്ക് കഴിഞ്ഞു. അതിനു മുമ്പ് ഇതിനകത്ത് ഒരു വിലപേശലും ഇല്ല മേഡം. മേഡം തരുന്നത് ഞാൻ വാങ്ങിച്ചോളാം. അപ്പോൾ മേഡം പറയാണ്, അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇൻറ്റീരിയൽ വർക്ക് കൂടി കഴിഞ്ഞാൽ ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം തിരക്ക് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടാവും. രാവിലെ ഉച്ചയ്ക്കൊക്കെ അവിടുന്ന് ആഹാരം കഴിക്കാം. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല എന്ന് അർത്ഥം. പുറത്തേക്ക് ഞാനില്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബില്ലിവിടെ തന്നാൽ മതി. അത്തരത്തിലുള്ള ഒരു ചിലവും ഇല്ല. എന്നാൽ പിന്നെ പ്രകാശം പൊയ്ക്കോ, എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട് ബാക്കി. അല്ല മേഡം, മേഡത്തിനിപ്പോൾ ഭക്ഷണം വല്ലതും വേണമെങ്കിൽ ഞാൻ എത്തിക്കാം. ഏയ്, തൽക്കാലമൊന്നും വേണ്ട. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ മേഡം. ശരി. കീയും കൊടുത്ത് പോയി. പ്രകാശം പോയി കഴിഞ്ഞപ്പോൾ കാർത്തിക് അവിടെ കല്യാണം എടുത്ത് വന്നു. എൻ്റെ കല്യാണിയോട് ചോദിക്കുകയാണ്, എന്തായി? അത്യാവശ്യ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഐഡിയ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കാർത്തിക പറയാണ്, ഡ്രൈവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് വരിക. ഓ, അപ്പോൾ അവൾ തന്നെ ചോദിക്കുകയാണ്, നല്ലൊരു ഡ്രൈവർക്ക് എത്ര വരെ ശമ്പളം കൊടുക്കാം? അപ്പോൾ കൂടെയുള്ള അയാൾ പറയാണ്, ഒരു 20,000 വരെ കൊടുക്കാം. ഞാനൊരു 5 രൂപയും കൂടി കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കല്യാണിയെയൊക്കെ പരിചയമുള്ള ഡ്രൈവറാണെന്ന് തോന്നുന്നു. എനിക്ക് പരിചയമോ? നിങ്ങളെ സ്ഥാപനത്തെപ്പറ്റിയൊക്കെ അറിയാം. ഓ, അപ്പോൾ അയാൾ പറയാണ്, ഞങ്ങളുടെ സ്ഥാപനത്തെപ്പറ്റി അറിയാത്തവരായിട്ട് ആരും ഈ നാട്ടിലുണ്ടാവില്ല. അതുപോലെ തന്നെ അറിയപ്പെടുന്നൊരു കമ്പനിയായിട്ട് മാറണം. കാർത്തിക ഫ്ലെക്സും തമിഴ്നാട്ടിൽ മൊത്തം വിലർപ്പിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലും കൂടി വേണം. പിന്നെ കാർത്തിക അങ്ങ് പോയപ്പോൾ കല്യാണി പറയാണ്, എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി നോക്കി. ഐ കമ്മിങ് മേഡം? യെസ് കമ്മിങ്. വക്കീലെത്തിയോ? ഇരിക്കൂ. താങ്ക്സ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ കണ്ടു മേഡം കാണാൻ ആഗ്രഹിച്ച ആ അവതാരത്തെ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാ. അമ്മയെ കൊണ്ട് ഈ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തണം. ആ നേരത്ത് വക്കീലും ഉണ്ടാവണം. പിന്നെ എൻ്റെ അനിയത്തിമാരുടെ ഹസ്ബൻഡും അനിയത്തിയും കല്യാണിയുടെ ഭർത്താവ് കിരണും മാത്രം മതി. പിന്നെ എല്ലാവരെയും ബോധിപ്പിക്കാനായിട്ട് ഒരു ഉദ്ഘാടനം. ഇൻറ്റീരിയർ വർക്കിന് വേണ്ടി വന്നവരെ ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ആ പെണ്ണാണ് എൻ്റെ അനിയത്തി കല്യാണി. ഓ, അവൾ മിടുക്കിയാ. ഇപ്പം എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് ഞങ്ങളുടെയൊക്കെ അച്ഛൻ എന്ന് പറയുന്ന ആ പെൺവിരോധിയാ. അവർ തമ്മിൽ കണ്ടോ? ഇല്ല. കാണാനും അനുഭവിക്കാനും അയാൾക്കിനി ഒരുപാടുണ്ടല്ലോ. മകള് അച്ഛന് 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. 25,000 സാലറി ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൊലച്ചോറാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് അയാൾക്കറിയില്ല. സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാണല്ലോ ഇൻറ്റീരിയൽ വർക്കൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അവളിപ്പോൾ നന്നായിട്ട് സംസാരിക്കും. ഓ, എന്നെപ്പോലെ തന്നെ. അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ചവളാ കല്യാണി. അങ്ങനെ ഒരു അനിയത്തിയെ കിട്ടിയത് മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ. പിന്നെ കാണിക്കുന്നത് പ്രകാശൻ നേരെ പോയിട്ട് വാതിലിന് മുട്ടുകയാണ്. അപ്പോൾ വാതിൽ തുറന്നത് സരയുവാണ്. പ്രകാശനോ? അകത്തേക്ക് വാ. ഞാൻ പ്രകാശൻ്റെ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇവിടെ വന്ന് കുറച്ച് സമയം അമ്മയ്ക്കൊപ്പം നിന്നൂടെയെന്ന്. വേറൊന്നും കൊണ്ടല്ല, അയലത്തുള്ള ആ നന്ദി കേട്ടവരൊക്കെ കാണട്ടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് നിൽക്കുന്നതെന്ന്. ഞാനിങ്ങനെ തടിപോലെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ വേറൊരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കുന്നു. എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മയെ ഞാനിനി ഇവിടെ നിർത്തുന്നില്ല. ഞാൻ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അത് കേട്ട് സരയു ഞെട്ടി. അതുപോലെ തന്നെ അവൻ്റെ അമ്മ വന്നിട്ട് പറയണം, നിനക്കെന്താ വട്ടായോ? എടാ പ്രകാശ, അമ്മയുടെ ശമ്പളം എത്രയെന്ന് പറഞ്ഞേ? 7,500 രൂപ അല്ലേ? അമ്മ ഇവിടെ എത്ര ദിവസമാണ് നിന്നേ? ഞാനിവിടെ വന്നിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പം 4 ഗുണം 250 വെച്ച് അല്ലേ? ഇതാ 1000 രൂപയുണ്ട്. അപ്പോൾ സരയു ചോദിക്കാണ്, എന്താ ഇത്? ഇപ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോയാലും ഞാൻ അങ്ങോട്ടല്ലേ 1000 രൂപ തരേണ്ടത്? കണക്ക് പ്രകാരം അതെ. പക്ഷേ എൻ്റെ അമ്മ ഇവിടെ വന്ന് പണിയെടുത്ത സമയത്ത് നിങ്ങൾ കുറച്ച് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ഭക്ഷണം എനിക്കും കൊണ്ടുത്തന്നായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ പൈസ ഞാൻ അങ്ങോട്ട് തരാതിരിക്കുന്നത് മോശമല്ലേ? അതിൻ്റെ കണക്കിൽപ്പെടുത്തിക്കോ ഈ 1000 രൂപ.
ദാ വാങ്ങിക്കുന്നേ എന്ന് പറഞ്ഞ് സരയുടെ കയ്യിൽ ആ പൈസ വെച്ചു കൊടുത്തു. മോളുടെ അച്ഛന് വട്ട, അത് നിനക്കും പകർന്നോ പ്രകാശ? എൻ്റെ അമ്മേ, എനിക്ക് വട്ടൊന്നുമല്ല, എനിക്ക് നല്ലൊരു അന്തസ്സുള്ള ജോലി കിട്ടി. അപ്പം അമ്മ അന്തസ്സായിട്ട് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് അമ്മയെ വിളിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ കല്യാണിയുടെ അച്ഛൻ തന്നെയാണെന്ന്. ഐശ്വര്യം വന്നപ്പോൾ നന്ദിയോട് കാണിക്കുന്നത് കണ്ടോ? എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ, പക്ഷേ അവളുടെ അച്ഛനാണെന്ന് മാത്രം പറയരുത്. മക്കളെ, നിനക്ക് എന്ത് ജോലിയാണ് കിട്ടിയത്? എൻ്റെ അമ്മയെ പ്രകാശൻ ജോലി തേടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടാതിരിക്കുമോ? നല്ലൊരു ഡ്രൈവറിനും നല്ലൊരു മെക്കാനിക്കിനും ഇവിടെ പണിയേ ഉള്ളൂ അമ്മേ. കുറച്ച് അബദ്ധങ്ങൾ ഇടയ്ക്ക് പറ്റി. ഇനി അതെല്ലാം മറന്ന് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം. അപ്പോൾ സരയു ചോദിക്കാണ്, അതിനുള്ള ആരോഗ്യമൊക്കെ ഇയാൾക്കുണ്ടോ? 1-2 തവണ നെഞ്ച് പണി മുടക്കിയതല്ലേ? ഈ ഭക്ഷണവും മരുന്നുമൊക്കെ കറക്റ്റ് സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നാൽ ആരോഗ്യമൊക്കെ അങ്ങ് മെച്ചപ്പെടും. അതുകൊണ്ട് ഇനി നെഞ്ച് പണിമുടക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഇനി എൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം. അതൊക്കെ കാണട്ടെ ഇതിൻ്റെ അയൽവക്കത്തുള്ളവർ. അവിടെയും കൂടി ഒന്ന് കയറിയിട്ടേ പോകുന്നുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ കുഞ്ഞേ. എന്നാലും ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു ജോലി എനിക്ക് ആവശ്യമായിരുന്നു. പിന്നെ നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ സൂക്ഷിച്ചല്ലേ നിൽക്കാൻ പറ്റൂ. അവന് വട്ടുണ്ടല്ലോ. ഷാരി ഇടയ്ക്ക് കണ്ടപ്പോൾ പറഞ്ഞത് വെട്ടുകത്തിയും പിച്ചാത്തിയൊക്കെ രാഹുൽ കാണാതെടുത്ത് വെക്കണമെന്നാ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ സരയു പറയാണ്, ഇനി ഇങ്ങോട്ട് വരില്ലേ? അപ്പോൾ പ്രകാശൻ, ഇല്ല വരില്ല. ഇനി പ്രകാശൻ്റെ കൂടെ ആയിരിക്കും പ്രകാശൻ്റെ അമ്മ, എൻ്റെ സ്വന്തം വീട്ടിൽ. ഇനി ഞാൻ എൻ്റെ അമ്മയെ ഒരിടത്തും വിടില്ല. അമ്മ വാ വാ അമ്മ എന്ന് പറഞ്ഞ് പ്രകാശൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പറയാം, അയ്യോ മക്കളെ, നല്ല കൊഞ്ചുകറി വെച്ചിട്ടുണ്ട് അവിടെ, കുറച്ചെടുത്ത് കൊണ്ടുവരട്ടെ. നിങ്ങൾക്ക് നല്ല കൊഞ്ചും കരിമീനും ഒക്കെ ഞാൻ നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരാം. അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം കൂടി ഒന്ന് പോകാനുണ്ട്. വാ. എന്നെ കാണിക്കുന്നത് കല്യാണിയും കിരണും അവിടേക്ക് വരികയാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയാണ്, കിരണേ, പ്രകാശൻ വിളിക്കുകയാണ്. അപ്പോൾ കല്യാണി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവരെന്താ ഇവിടെ? പ്രകാശനും അമ്മയും കയറി വന്നിട്ട് കിരണിനോട് പറയാണ്, നിൻ്റെ ബിസിനസ്സൊക്കെ അല്പം കുഴപ്പത്തിലാണെന്ന് പറയുന്ന കേട്ടല്ലോ, പൈസക്ക് വല്ല ആവശ്യമുണ്ടോ? 10,000 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എണ്ണീട്ട് പറയാണ്, എത്ര വേണമെങ്കിലും തരാം, ചോദിക്കാൻ മടിക്കണ്ട. അന്ന് ഞാനൊരു ജോലി അന്വേഷിച്ച് നിൻ്റെയും നിൻ്റെ അമ്മയുടെയും മുന്നിൽ വന്നപ്പോൾ നിങ്ങളുടെ പത്രാസ് ഞാൻ കണ്ടതാ. ജോലിയുടെ ഒരൊഴിവുണ്ടെങ്കിൽ നീ വല്ല പട്ടിക്കും കൊണ്ടുപോയി കൊടുക്ക്. കല്യാണിയോട് പറയാണ്, പുറത്താരെ അന്വേഷിക്കണ്ട, ഇതാ നോക്ക്, നിൻ്റെ മുന്നിൽ തന്നെ നിൽക്കല്ലേ, ഇവന് തന്നെ കൊടുക്ക്. പെട്ടെന്ന് കല്യാണി കൈ ഉയർത്തിയിട്ട് പറയാണ്, ദേ. അപ്പോൾ പ്രകാശൻ പറയുന്നു, എന്താടി നിൻ്റെ കൈ ഉയർന്നോ? നിനക്ക് കൈ ചൂണ്ടാനുള്ള ധൈര്യം ഉണ്ടായോ? അപ്പം തന്നെ കിരണും കൈ ചൂണ്ടുകയാണ്. മുറ്റത്ത് വന്ന് അനാവശ്യം പറഞ്ഞാൽ വിരൽ ചൂണ്ടുക മാത്രമല്ല, തൻ്റെ കരണത്തടിച്ചെന്നും വരും. അപ്പോൾ പ്രകാശൻ്റെ അമ്മ, അവർ വലിയ കാശുകാർ. എടാ, നീ എന്ന് മുതലാടാ കാശുകാരനായത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അറിയാലോ? എന്നാൽ രണ്ടുപേരും പോവാൻ നോക്ക്. ജോലി തേടി ഇവിടെ വന്നു, അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ താനി സ്വഭാവം പുറത്തെടുത്തതാ. അന്നിവിടെ ജോലി അന്വേഷിച്ച് ഞാൻ വന്നപ്പോൾ ഇവൾ കരുതി ഇവളുടെയൊക്കെ കാൽ കീഴിൽ കാല് പിടിച്ച് ഞാൻ നിൽക്കുമെന്ന്. അതിനൊന്നും അല്ലടി ഞാൻ വന്നത്, നിന്നെയൊക്കെ ഒന്ന് കാണാൻ, നിൻ്റെയൊക്കെ സന്തോഷം കാണാൻ, നിന്നെയൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ. അന്ന് നീ പറഞ്ഞില്ലേ, എനിക്ക് ജോലി തന്നിരുന്നെങ്കിൽ നിൻ്റെ മുഖത്തെ എറിഞ്ഞിട്ട് ഞാൻ പോയേനെ. അപ്പോഴേക്കും കല്യാണിയുടെ അമ്മ അവിടേക്ക് വന്നു. അപ്പോൾ പ്രകാശൻ പറയാണ്, അമ്മേ, ഇതാ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. അപ്പോൾ അമ്മ, അയ്യോ ഇതാരാ, എൻ്റെ മരുമോളല്ലേ? മരുമോളല്ല അമ്മേ, പഴയ മരുമോള്. അന്ന് ഞാൻ ജോലി അന്വേഷിച്ച് വന്നപ്പോൾ എന്തോന്ന് ഷോ ആയിരുന്നടേ നീ എന്നോട് കാണിച്ചത്. നിൻ്റെ മോള് വളർന്ന് പന്തലിച്ചപ്പോൾ നിനക്കൊരു മരുമോനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല വാക്കുകളൊക്കെ നീ എന്നോട് പറയാൻ തുടങ്ങി അല്ലേ? അതും മുഖത്തോട് മുഖം നിന്നുകൊണ്ട്. തനിക്കിപ്പോൾ എന്താടോ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എൻ്റെ അമ്മയുടെ പണിയെടുക്കായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ. എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. എൻ്റെ അമ്മ 4 ദിവസം പണിയെടുത്തിട്ടുണ്ട്. ആ 4 ദിവസത്തെ കാശ് കൊടുത്തു. അമ്മയ്ക്ക് അവരല്ല, അവർക്ക് ഞാൻ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടം വരെ വന്നല്ലോ. ആ വന്ന തെറ്റിന് ഇവർക്ക് വല്ല കാശും വേണമെന്ന് എനിക്ക് തോന്നി. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. കൂടാതെ നിനക്കും വല്ലതും വേണമെങ്കിൽ അത് തരണമല്ലോ. കല്യാണിയുടെ അമ്മ പറയാണ്, ഒന്നിച്ച് താമസിച്ചപ്പോൾ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒന്നും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല.
പിന്നെ ഇപ്പം തൻ്റെ നക്കാപ്പിച്ച ഞങ്ങൾക്കെന്തിനാ? നക്കാപ്പിച്ച അല്ലേ? നിന്റെ വാക്കുകൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നീ ചിന്തിച്ചോ? എടി, ഐശ്വര്യം വരുമ്പോൾ അഹങ്കരിക്കുന്നവർ ജീവിതത്തിൽ നന്നായിട്ടില്ലടി. അതുപോലെ തന്നെയാ നീയും. ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അപ്പം കല്യാണി പറയാണ്, അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എന്തോ ചെറിയ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ പ്രകാശിൻ്റെ അമ്മ, പിന്നെ നിങ്ങൾക്കൊക്കെ കാണിച്ചാൽ മതി ആ അഹങ്കാരം. ഞാൻ അയലത്ത് നിന്ന് മുറ്റടിക്കുമ്പോൾ മുഖം തിരിച്ച് നോക്കത്തില്ല ഒരൊറ്റ എണ്ണോ. മുഖം തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ കല്യാണിയുടെ അമ്മ പറയണം, നിങ്ങളും നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല, പിന്നെ എന്തിനാണ് നമ്മൾ നിങ്ങളെ നോക്കുന്നത്? അപ്പോൾ കിരൺ പറയാണ്, കാഴ്ച കാണാൻ കൊള്ളാവുന്നവരെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പ്രകാശം പറയാണ്, കാഴ്ച കാണാൻ കൊള്ളാവുന്നത് ആരെയാ? നിന്നെയാണോ അതോ ഇവരെയോ? ദിനം പ്രതി ഇവരെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ നീ എഴുതി വെച്ചോ കിരണേ, നിന്റെ ജീവിതം ഇനി മുഴുവൻ ഇരട്ടിലാകാൻ പോവുക. എൻ്റെ മോളെയും മരുമോനെയും ശപിക്കാതെ ഇറങ്ങി പോകുന്നുണ്ടോ? ഇനി ഒരു നിമിഷം നിങ്ങളിവിടെ നിൽക്കരുത്. നിന്നാൽ നീ ഞങ്ങളെ എന്തു ചെയ്യും? നെഞ്ച് പണിമുടക്കി നിൽക്കുക. അതിലേക്ക് കൈ ചുരുട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ താനിവിടെ തീരും. അതേടാ, നെഞ്ച് പണിമുടക്കി നിൽക്കുന്നത് കൊണ്ട് നിന്റെ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ വീഴും. കുഴഞ്ഞു വീണ് മരിക്കും. പക്ഷേ അങ്ങനെ മരിക്കാൻ നടക്കുന്നവനെ ഒരാളെ കൊല്ലാൻ ഒരു പേടിയുമില്ല. അത് കേട്ട് എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.